ശനിവാരം പൂനെയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ നമസ്കരിച്ച സ്ഥലം ചാണകത്താൽ ശുദ്ധീകരിച്ചു ഒരു BJP MP. പൂനെയിലെ ശനിവാഡ ഫോർട്ടിൽ ഒരു കൂട്ടം വിശ്വാസികൾ നമസ്കരിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് BJP രാജ്യസഭാ MP മേധാ കുൽക്കർണിയുടെ നേതൃത്വത്തിലുള്ള ശുദ്ധീകരണം. തത്സമയ നേരത്തെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നിസ്കരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. നിസ്കരിച്ചു പോയതിനു ശേഷം ചാണകത്താൽ ശുദ്ധീകരിച്ചു. ചാണകത്താൽ ശുദ്ധീകരിച്ചു. ചാണകമാണ്. ഈ ഒരു സംഭവം കണ്ടോ നിങ്ങൾ? ഇത് ശുദ്ധിയാക്കിയത് ചാണകം കൊണ്ടാണ്. സത്യത്തിൽ ചാണകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൃഗത്തിന്റെ വേസ്റ്റാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ മലിനം പുറത്ത് തള്ളുന്നത് പോലെ, അതേപോലെ തന്നെ മൃഗങ്ങൾ ഭക്ഷണം കഴിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ അതിന്റെ പശുവിന്റെ ചാണകം എന്ന് പറയുന്നത്. പക്ഷെ അത് വലിയ പുണ്യമായിട്ടാണ് കാണുന്നത്. അത് അവരുടെ വിശ്വാസമായിക്കോട്ടെ. പക്ഷെ അത് ചെയ്ത കാര്യമാണ് അവിടെ ഏറ്റവും വലിയ ഒരു നമുക്ക് വേദന കൊള്ളുന്നത്. അവിടെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 5 വക്ത് നിസ്കാരം അവന്റെ മേൽ നിർബന്ധമാണ്. ആ ഒരു നിസ്കാരം നിർവഹിച്ച സ്ഥലം, അത് ഇനി അവർ പുറത്തായാലും എവിടെയാണെങ്കിലും അത് ഖളാ ആകാതെ അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ, കൃത്യമായിട്ട് അവനക്ക് ഒരു കാരണമില്ലാതെ അവൻ അലസത കാണിച്ചാൽ അത് റബ്ബിന്റെ അടുത്ത് ഉത്തരം പറയേണ്ടതാണ്. എന്നാൽ അതിന് അവനിക്ക് സൗകര്യമുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ശുദ്ധിയുള്ള സ്ഥലത്ത് അവനിക്ക് നിസ്കരിക്കാം. പക്ഷേ അവിടെ നമ്മൾ ചെയ്തത്, അവിടെ നമ്മൾ കണ്ട ഒരു സംഭവം, നിസ്കരിച്ച സ്ഥലം അത് ആർക്കും ഒരു പ്രയാസമില്ല, ഒരു ഉണ്ടാക്കിയൊരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു അവസ്ഥയോ അല്ല. ഇതറിഞ്ഞ എന്നും ഇതിന് എതിരെ വരുന്ന, നിസ്കാരത്തിനും നോമ്പിനും ഇസ്ലാമിനൊക്കെ എതിരെ വരുന്ന ചില ആളുകൾ, അവർ വരുന്നു ചാണകം കൊണ്ട് അവിടെ കഴുകിയിട്ട് ശുദ്ധിയാക്കുന്നു. എങ്ങനെയാണ് അവിടെ ശുദ്ധിയാകുന്നത്? ഒരുപാട് അണുക്കളെ കൊണ്ടും രോഗങ്ങൾ ഉണ്ടാകാനും എല്ലാത്തിനും കാരണമായ ദുർഗന്ധം ഭവിക്കുന്ന ചാണകം കൊണ്ടാണ് അത്ര ശുദ്ധിയാക്കിയത്. അപ്പൊ അത് കണ്ടപ്പോ വല്ലാത്തൊരു അവസ്ഥ അല്ലെ? നമ്മൾ സത്യത്തില് ഏത് കാലത്താണോ നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ പല ആളുകൾ ചോദിക്കുന്നുണ്ട്. ഞാനൊന്ന് ചിന്തിക്കാണ്, ഇവര് ഏത് കാലത്താണോ ജീവിക്കുന്നത് എന്ന് സത്യം പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഇവരൊക്കെയാണ് മതസൗഹാർദ്ദവും രാജ്യസ്നേഹവും ഒക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ അവസ്ഥ എത്രത്തോളമാണ് എന്ന് ആ സ്നേഹത്തിന്റെയും ആ രാജ്യസ്നേഹത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെ കഥകളൊക്കെ ഈ ഒരു സംഭവത്തിൽ തന്നെ നമുക്ക് പിടികിട്ടുന്നുണ്ട്. എന്നാലും ചെയ്തത് നമ്മുടേത് രാജ്യത്തിന്റെ ഒരു പ്രതിനിധി തന്നെയാണ് എന്നറിയുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം തോന്നുന്നത്. ഇവരൊക്കെ എങ്ങനെയാണ് അധികാര കസേരയിൽ ഇരിക്കുന്നത്? ആ നാടിന്, ആ ഒരു സമൂഹത്തിന് എങ്ങനെയാണ് ഇവരൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്ന് അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അല്ലെ? എന്തായാലും നല്ല രസമുണ്ട് സംഭവം.